കർത്താവിന്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ അതിവിശുദ്ധ നാമത്തിൽ വിശുദ്ധന്മാരായവർക്ക് വന്ദനം. G2R പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങളെ ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. തുടർന്നും അല്പസമയം കൂടെ പഴയതിനെ പുതുതാക്കി തീർത്ത കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികളെ ചിന്തിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവവചനം കേൾക്കുവാൻ നമ്മുടെ ഹൃദയത്തെ തുറക്കാം. പഴയ നിയമത്തിൽ അഹരോന്റെ തളിർത്ത വടി എന്നുള്ള വിഷയത്തെ അടിസ്ഥാനമാക്കി പുതിയ നിയമത്തിൽ നിത്യമായി നിലനിൽക്കുന്ന പൗരോഹിത്യത്തെയും കർത്താവായ യേശു ക്രിസ്തു പുതുതാക്കി തീർക്കുന്ന പല വിഷയങ്ങളെക്കുറിച്ചും കഴിഞ്ഞ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. അവൻ പുതുതാക്കുന്ന 10 കൂട്ടം കാര്യങ്ങൾ. 1, തമ്മിൽ സ്നേഹിക്കുക എന്ന പുതിയ കൽപ്പന. 2, നമുക്ക് ആചരിപ്പാൻ തന്നിരിക്കുന്ന പുതിയ നിയമം. 3, തന്നിൽ വിശ്വസിക്കുന്നവരെ പുതിയ സൃഷ്ടിയാക്കുന്നു. 4, പരിച്ഛേദന എന്ന പഴയതിനെ മാറ്റി പുതിയ പരിച്ഛേദന ആത്മാവിൽ തന്നു. 5, പുതുക്കം പ്രാപിക്കുന്ന പുരുത്തിയ മനുഷ്യരാക്കി നമ്മളെ തീർത്തു. പുതുക്കം പ്രാപിച്ചുകൊണ്ടേയിരിക്കുക എന്നാണ് അതിനർത്ഥം. യേശു ക്രിസ്തു പുതിയ നിയമത്തിലെ ഏക മധ്യസ്ഥനാകുന്നു എന്ന 6ാമത്തെ വിഷയവും ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനത്തിൻ്റെ പുതിയ വഴി തന്നിരിക്കുന്നു എന്ന 7ാമത്തെ വിഷയവും നീതി വസിക്കുന്ന പുതിയ ആകാശവും ഭൂമിയും താമസിയാതെ പ്രത്യക്ഷപ്പെടും എന്ന 8ാമത്തെ കാര്യത്തിലും 9ാമത്തെ വിഷയമായി ഉൽപ്രാപണാനന്തരം പുതിയ പേര് ലഭിക്കും എന്നും വെളിപ്പാട് പുസ്തകം 2:17 പുതിയ യെരുശലേം എന്ന ദൈവ നഗരം അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇറങ്ങി വരുന്നത് കണ്ണാലെ കണ്ട യോഹന്നാൻ വെളിപ്പെടുത്തിയ വിഷയവും നമ്മൾ കണ്ടു. ഇനിയും തുടർന്ന് ചിന്തിക്കുന്നത് അവയിൽ പ്രധാനമായ ഒരു വിഷയത്തെ പൗരോഹിത്യം എന്നുള്ളതാണ്. പഴയ നിയമ പൗരോഹിത്യം യഹോവയാം ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരമത്രേ ലേവി ഗോത്രത്തിന് മോശെ നൽകിയത്. ജ്യേഷ്ഠനായതുകൊണ്ട് കൊടുത്തതല്ല, അല്ലെങ്കിൽ തൻ്റെ സ്വന്തം ഗോത്രമായതുകൊണ്ട് കൊടുത്തതല്ല. ദൈവത്തിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് അത് കൊടുത്തത്. എങ്കിൽ ഇന്നത്തെ കാലത്തും ശുശ്രൂഷകൾ കൈമാറേണ്ടത് ദൈവത്താൽ ഉദ്ദേശിക്കപ്പെട്ടും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നവർക്കും മാത്രമല്ലാതെ അപ്പൻ മകനും അമ്മാവിയപ്പൻ മരുമകനും അളിയനും വെച്ചു മാറുവാനുള്ളതല്ല. വല്യപ്പച്ചൻ ശുശ്രൂഷിച്ചതുകൊണ്ട് ഞാനാണ് അനന്തരാവകാശി എന്ന് പറഞ്ഞ് കൊച്ചുമകൻ എടുക്കാൻ ധൈര്യത്തോടും അഹങ്കാരത്തോടും കൂടെ എടുക്കേണ്ടതല്ല ഈ പുതിയ നിയമത്തിലെ രാജകീയ പൗരോഹിത്യ ശുശ്രൂഷ. അതിനാധാരമായി സംഖ്യാപുസ്തകം 8ാം അധ്യായത്തിൻ്റെ 3 മുതൽ 16 വരെയുള്ള വാക്യങ്ങളും ആവർത്തന പുസ്തകം 10:8 വാക്യങ്ങൾ വായിച്ചു കൊണ്ടാൽ മതി. ദൈവം നിർദ്ദേശിച്ചിട്ടാണ്, ദൈവകൽപ്പന അനുസരിച്ചിട്ടാണ് മോശെ എന്ന ദൈവദാസൻ ആ പൗരോഹിത്യ ശുശ്രൂഷ അഹരോന് കൊടുത്തത്. ഈ നിയമം യഥാസ്ഥാനപ്പെടുത്തി മോശെ തൻ്റെ അവസാന സന്ദേശത്തിൽ സകല ഇസ്രായേൽ ജനവും കേൾക്കെ അനുഗ്രഹിച്ച അനുഗ്രഹ വചനവും കൂടെ ആവർത്തന പുസ്തകം 33-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. വിഷയം ഇപ്രകാരം ഇരിക്കെ, ലേവിയുടെ മകനായിരുന്ന കെഹാത്തിൻ്റെ മകൻ കോരഹ്, രൂബേൻ ഗോത്രത്തിൽ ഏലിയാബിൻ്റെ പുത്രന്മാർ ദാദാനും അബീരാമും, പെലേത്തിൻ്റെ മകൻ ഓൻ എന്നിവർ ഇസ്രായേൽ മക്കളിൽ സഭാപ്രധാനികളാം സംഘസദസ്യരും പ്രമാണികളുമായ 250 പുരുഷന്മാരും കൂടി മോശയോടും അഹരോനോടും അവരുടെ ഇടയിൽ ശബ്ബത്ത് ദിവസം ശബ്ബത്ത് നിയമത്തെ ലംഘിച്ച ഒരുവന്റെ നേരെ നടപ്പാക്കിയ ശിക്ഷയുടെയും വിശുദ്ധിയുടെയും ഉപദേശത്തിനെതിരെ അടിസ്ഥാനത്തിൽ ചെയ്ത മത്സരത്തിൻ്റെ പരിണതഫലമായി ദൈവം നേരിട്ട് നടത്തിയ അഭൂതപൂർവമായ ശിക്ഷയുടെ ചരിത്രമത്രേ സംഖ്യാപുസ്തകം 16-ാം അധ്യായം 1 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ശബ്ബത്ത് ദിവസം ശുദ്ധീകരിക്കണം, അതിൽ യാതൊരു വേലയും ചെയ്യരുത് എന്ന ദൈവത്തിൻ്റെ കൽപ്പന അറിഞ്ഞോ അറിയാതെയോ ലംഘിച്ച ഒരുവൻ ശബ്ബത്ത് ദിവസം വിറക് പെറുക്കുന്നത് കണ്ട് ആ വിഷയത്തിന് പരിഹാരം ദൈവസന്നിധിയിൽ വയ്ക്കുകയും ദൈവം അതിനുള്ള നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തതിൻ്റെ വിഷയത്തിൽ അഹരോനോടും മോശയോടും 250 കുടുംബക്കാർ ആഹ്കൂടെ മത്സരിച്ചു വലിയ വിപ്ലവാത്മകമായ അന്തരീക്ഷങ്ങൾ ഉണ്ടാക്കിയ വിഷയത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തിയാണ് നാം സംഖ്യാപുസ്തകം 16-ാം അധ്യായം 1 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത്. അനന്തരം യഹോവയാം ദൈവം തൻ്റെ ജനമായിരുന്ന ഇസ്രായേൽ ജനങ്ങളിൽ 12 ഗോത്രങ്ങളിൽ ഏത് ഗോത്രത്തെയാകുന്നു
പുരോഹിത ഗോത്രമായി തിരഞ്ഞെടുത്തത് എന്നുള്ളതിനുള്ള പരസ്യമായ പരീക്ഷണത്തിൻ്റെ ചരിത്രവും അതിൻ്റെ പരിണത ഫലവുമാണിത്. അഹരോൻ്റെ തളിർത്ത വടി, അതിൻ്റെ ചരിത്രം ഒന്ന് നോക്കുക. സംഖ്യാപുസ്തകം 17-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് അഹരോൻ്റെ തളിർത്ത വടിയുടെ ചരിത്രം ഉല്ലേഖനം ചെയ്തിരിക്കുന്നത്. അവിടെ യഹോവയുടെ കൽപ്പന പ്രകാരം അവരുടെ ഗോത്രമായുള്ള 12 ഗോത്രപ്രഭുക്കന്മാരിൽ നിന്നും അവരവരുടെ പേരെഴുതി 12 ടാഗ് എഴുതിയ വടി ദൈവസന്നിധിയിൽ കൊണ്ടുവരണം. അതിൽ വിശേഷാൽ ലേവി ഗോത്രത്തിൽ നിന്ന് ഗോത്രത്തിൻ്റെ പേര് മാത്രം പോരാ, ആ വടിയുടെ മേൽ അഹരോൻ്റെ പേര് എഴുതണം. സംഖ്യാപുസ്തകം 17-ാം അധ്യായം 3-ാമത്തെ വാക്യം. മോശെ 12 ഗോത്രങ്ങളിൽ നിന്നുള്ള 12 വടികളും യഹോവയുടെ ആജ്ഞപ്രകാരം സാക്ഷ്യകൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ചു. സംഖ്യാപുസ്തകം 17-7. ഓരോ ഗോത്രക്കാരും ഗോത്രപ്രഭുക്കന്മാരും കൊണ്ടുവന്നതും പേരെഴുതിയിരുന്നതുമായ വടി ഏതിനത്തിൽപ്പെട്ട വൃക്ഷത്തിൻ്റെ വടിയായിരുന്നുവെന്ന് വ്യക്തമായി എഴുതിയിട്ടില്ല. ഏത് വൃക്ഷത്തിൽ നിന്നുള്ള വടി ആയിരിക്കണമെന്ന് പറയാതെ 12 വടിയെടുക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മോശെ പ്രഭുക്കന്മാരാൽ കൊണ്ടുവരപ്പെട്ട 12 വടിയും ഒരേ ഒരു ദിവസം മാത്രം സാക്ഷ്യകൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ചു. പിറ്റേനാൾ 24-ാമത്തെ മണിക്കൂറിൽ ഒരു രാപകലിന് ശേഷം മോശെ സാക്ഷ്യകൂടാരത്തിനുള്ളിൽ കടന്നപ്പോൾ, അതുവരെ സാക്ഷ്യകൂടാരത്തിൽ ആരുമില്ല, യാതൊരു ശുശ്രൂഷയും ഈ വടിയുമായി ചെയ്തിട്ടില്ല. പിറ്റേനാൾ മോശെ സാക്ഷ്യകൂടാരത്തിൻ്റെ ഉള്ളിൽ കടന്നപ്പോൾ 12 വടികൾ, അതിൽ ലേവി ഗോത്രത്തിലെ അഹരോൻ്റെ വടി, പേരെഴുതി വയ്ക്കപ്പെട്ടിരിക്കുന്ന തടി, പൂത്ത് തളിർത്ത് ബദാം ആൽമണ്ട് ഫലം കായ്ച്ചിരിക്കുന്നതും കണ്ടു. സംഖ്യാപുസ്തകം 17-8. ആ വടി മോശെ എടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഇസ്രായേൽ മക്കളുടെ അടുക്കൽ കൊണ്ടുവന്ന് കൂടി നിൽക്കുന്ന സംഗത സദസ്യരുടെയും ജനത്തിൻ്റെയും മുൻപിൽ അവർ ഓരോരുത്തൻ താൻ്റെ വടി നോക്കിയെടുത്തു. യഹോവ മോശയോട് അഹരോന്റെ വടി മത്സരികൾക്ക് ഒരു അടയാളമായി സൂക്ഷിക്കേണ്ടതിന് സാക്ഷ്യത്തിന്റെ മുൻപിൽ തിരികെ കൊണ്ടുവരികയും വേണം എന്ന് കൽപ്പിച്ചു. അതിൻ പ്രകാരം മോശെ യഹോവയുടെ കൽപ്പന പ്രകാരം അഹരോന്റെ തളിർത്ത വടി ജനത്തിന്റെ മുൻപിൽ നിന്നും സാക്ഷ്യത്തിന്റെ മുൻപിൽ കൊണ്ടുവരികയും ചെയ്തു. സംഖ്യാപുസ്തകം 17-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഇതാകുന്നു അഹരോന്റെ തളിർത്ത വടിയുടെ സംക്ഷിപ്ത ചരിത്രം. അഹരോന്റെ തളിർത്ത വടി മത്സരികൾക്കൊരടയാളമായി സൂക്ഷിക്കേണ്ടതിന് സാക്ഷ്യത്തിന് മുൻപിൽ തിരികെ കൊണ്ടുവരികയും പിന്നീട് അത് സാക്ഷ്യപ്പെട്ടകത്തിൻ്റെ ഉള്ളിൽ വെക്കുകയും ചെയ്തു. എബ്രായർ 9:4. യഹോവയുടെ പെട്ടകത്തിൻ്റെ ചരിത്രം കൂടെ ഈ സന്ദർഭത്തിൽ അല്പമായി വിചിന്തനം ചെയ്യുന്നത് നന്നായിരിക്കും. സമാഗമന കൂടാരത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ഉപകരണങ്ങളും തത്തുല്യമായ പ്രാധാന്യം ഉള്ളവ ആയിരുന്നു എന്ന് അനുമാനിക്കപ്പെടുന്നുണ്ട്. എങ്കിലും അതായത് യാഗപീഠം, താമ്രത്തൊട്ടി, ധൂപപീഠം, വിളക്ക്, കാഴ്ചയപ്പത്തിൻ്റെ മേശ, കൃപാസനം, ഇവയെല്ലാം തുല്യ പ്രാധാന്യതയുള്ളതാണ്. ഒന്നിനേക്കാൾ ഉപരിയോ കുറവോ എന്ന് ചിന്തിച്ച് മാറ്റിവെക്കേണ്ടതല്ല. അതെല്ലാം പ്രാധാന്യതയുള്ള ഉപകരണം. യഹോവയാം ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം എഴുന്നള്ളി വസിച്ചിരുന്ന പെട്ടകവും ആയിരുന്നു. പെട്ടകത്തിന് ആർക്ക് എന്ന ഇംഗ്ലീഷിലും കിബോട്ടോസ് എന്ന ഗ്രീക്ക് പദത്തിലും കാണുന്നുണ്ട്. കാരണം യഹോവയാം ദൈവം കൂടാരത്തിൽ പ്രത്യക്ഷനായി കൃപാസനത്തിന്മേൽ നിന്നും സാക്ഷ്യപെട്ടകത്തിൻ്റെ മേൽ നിൽക്കുന്ന കെരൂബുകളുടെ നടുവിൽ നിന്നും ഇസ്രായേൽ മക്കളോടുള്ള സകല അരുളപ്പാടുകളും അറിയിച്ചു കൊണ്ടിരുന്നത് ഈ സാക്ഷ്യപെട്ടകത്തിൽ കൂടെ ആയിരുന്നതിനാൽ, കൃപാസനത്തിൽ കൂടെ ആയിരുന്നതിനാൽ മറ്റ് 5 ഉപകരണങ്ങളെക്കാൾ വ്യത്യാസമുണ്ടതായിരുന്നു ഇത്. യാഗം കഴിച്ച് പാപശുദ്ധി വരുത്തുന്ന യാഗപീഠം, കഴുകി ശുദ്ധി വരുത്തുന്ന താമ്രത്തൊട്ടി, പ്രാർത്ഥനാനിരതമായി നടത്തുന്ന ധൂപപീഠം, അതിൽ വരുന്നവർക്ക് ആഹാരം കഴിപ്പാൻ കൊടുക്കുന്ന കാഴ്ചയപ്പത്തിൻ്റെ മേശ, ആ വലിയ ആലയത്തിൽ വിളക്ക് കൊളുത്തി വെളിച്ചം കൊടുക്കുന്ന വിളക്ക്,
ഇതിൻ്റെ എല്ലാം അനന്തരഫലമായി ദൈവസന്നിധിയിൽ അടുത്തു വരുമ്പോൾ കൃപാസനത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് ദൈവശബ്ദം കേൾക്കുന്നത്. അപ്പോൾ മറ്റൊന്നും പ്രാധാന്യത കുറഞ്ഞതെന്നല്ല, ഒന്നൊന്നിനോട് ചേർന്ന് പ്രാധാന്യതയുള്ളതാകുന്നു. എങ്കിലും ഇവയിൽ വെച്ച് പ്രാധാന്യമുള്ളത് പെട്ടകമായിരുന്നു. തുടർന്നുള്ള വരികളിൽ കാലാകാലങ്ങളിൽ കൃപാസനം ഉൾക്കൊള്ളപ്പെട്ടിരുന്ന പെട്ടകം ദ്വാരാ ദൈവാലോചന അറിഞ്ഞ ചില വ്യക്തികളും ചരിത്രങ്ങളും ഉണ്ടെന്നുള്ളത് കാണുക. ഒന്ന്, ഇസ്രായേൽ ജനങ്ങളുടെ മരുഭൂമി വാസകാലത്ത് 40 സംവത്സരങ്ങളിൽ 41 സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് അവർക്ക് വഴി കാണിച്ചു കൊടുത്തത് യഹോവയുടെ പെട്ടകം ആയിരുന്നുവല്ലോ. അപ്പോൾ ആ പെട്ടകം 40 വർഷം 41 സ്ഥലങ്ങളിലെ കൂടാരമടിച്ച് താമസിച്ച സന്ദർഭങ്ങളിൽ എവിടെ, എങ്ങനെ, ഏത് ദിശയിൽ, എത്ര നാൾ എന്നുള്ളതിൻ്റെ വഴി കാണിച്ചത് പെട്ടകമായിരുന്നു. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 20 മുതൽ 40 വരെയും, യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 3 മുതൽ 17 വരെയുള്ള വാക്യങ്ങളും, സംഖ്യാപുസ്തകം 10-ാം അധ്യായം 11-ഉം 35-ഉം 36-ഉം വാക്യങ്ങൾ പെട്ടകം വഴി കാണിച്ചു കൊടുക്കുന്നു. 2, അവരുടെ വാഗ്ദത്തദേശത്തെ പ്രവേശനത്തിന് തടസ്സമായി ഒഴുകിക്കൊണ്ടിരുന്ന കുത്തൊഴുകുന്ന യോർദാൻ നദിയുടെ കുത്തൊഴുക്ക് നിർത്തി വഴി തുറന്നു കൊടുത്തതും യഹോവയുടെ പെട്ടകം ആയിരുന്നു. കർത്താവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി തിരിച്ച് യാത്ര ചെയ്യുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് മാർഗനിർദ്ദേശം കൊടുക്കുന്നത് പെട്ടകത്തിൻ്റെ പൊരുളാകുന്ന ക്രിസ്തു ആകുന്നുവെന്നും ആ യാത്രയിൽ തടസ്സമായി നിൽക്കുന്ന ഏത് കുത്തൊഴുക്കിനെയും തടഞ്ഞു നിർത്തി വെള്ളത്തെ കരങ്ങളിൽ വഹിക്കുന്ന ദൈവപുത്രൻ വഴി തുറന്നു കൊടുക്കും എന്നും, ഇതിൽ കൂടുതൽ ഇനിയും എന്താണ് തെളിവ് വേണ്ടത്? യെശയ്യാ പ്രവചനം 22:22, ഞാൻ നിന്റെ മുൻപിൽ ഒരു പുതുവഴി തുറന്നു വെക്കും എന്ന് വെളിപ്പാട് പുസ്തകം 3:7 പറഞ്ഞിരിക്കുന്നു. അത് ആർക്കും അടപ്പാൻ കഴിയുന്നതല്ല. 3-ാമത്തേത്, അവർ വാഗ്ദത്തദേശത്ത് എത്തിയ ശേഷം തുടർയാത്രയ്ക്ക് തടസ്സമായിരുന്ന എരിഹോ പട്ടണത്തിന് ചുറ്റും ഉറപ്പിച്ച് കെട്ടപ്പെട്ടിരുന്ന മതിലിനെ ഇടിച്ചുടച്ച് വഴി തുറന്നു കൊടുത്തതും ഈ പെട്ടകത്തിൽ വസിച്ചിരുന്ന യഹോവയാം ദൈവത്തിൻ്റെ മഹാശക്തി കൊണ്ടായിരുന്നു. ആത്മീയാർത്ഥം, നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ ഏത് മാർഗതടസ്സം വരുത്തിക്കൊണ്ട് ഏത് ശത്രു എത്ര ബലത്തോടുകൂടെ മതിലുകൾ പണിതാലും അതിനെ എല്ലാം ഇടിച്ചുടച്ച് മാർഗം തുറന്നു തരേണ്ടത് ദൈവപുത്രൻ മുൻപിൽ പോയാൽ മാത്രം മതി. ദൈവത്തിന് സ്തോത്രം. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാചനങ്ങൾ. 4, വാഗ്ദത്തദേശം സ്വന്തമാക്കി ഇസ്രായേൽ ജനം മുഴുവനും ശീലോവിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമന കൂടാരം നിർത്തി. യോശുവയുടെ പുസ്തകം 18:1, ന്യായാധിപന്മാരുടെ പുസ്തകം 20:27, ശമൂവേലിന്റെ 1-ാമത്തെ പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യവും 24-ാമത്തെ വാക്യവും, 3-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയും, 4-ാം അധ്യായം 3-ഉം 4-ഉം വാക്യങ്ങളിൽ കാണാം യഹോവയുടെ പെട്ടകം ശീലോവിൽ കൊണ്ട് അടിച്ചു അവിടെ അധിവസിപ്പിച്ചു നിർത്തി. 5, ഫെലിസ്ത്യരുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ ജനങ്ങൾ തോൽക്കും എന്ന് വിധിക്കപ്പെട്ട സന്ദർഭത്തിൽ ഇസ്രായേൽ ജനങ്ങൾ പെട്ടകത്തെ കൊണ്ടുവന്നു. അവിടെ വെച്ച് ഏലിയുടെ മക്കൾ ചെയ്തു കൂട്ടിയ അപരാധത്തിൻ്റെ ഫലമായി അവർ തോൽക്കുകയും പെട്ടകം പിടിക്കപ്പെടുകയും ചെയ്തു. ഫെലിസ്ത്യദേശത്ത് അത് 7 മാസം ഇരുന്നു. ശമൂവേലിന്റെ 1-ാമത്തെ പുസ്തകം 5-ാം അധ്യായം 1-ാം വാക്യം മുതൽ 6-ാം അധ്യായം 1-ാമത്തെ വാക്യം വരെ. 6, ഇസ്രായേൽ ദേശത്ത് മടക്കി കൊണ്ടുവരപ്പെട്ട പെട്ടകം ശെമയിൽ, ശമൂവേലിന്റെ 1-ാം പുസ്തകം 6-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ശെമേശിൽ ആയിരുന്നു. 8, ബേത്ത്ശേമെശിൽ നടന്ന സംഹാരത്തിന്റെ പരിണതഫലമായി അവരിൽ 50,000 പേർ സംഹരിക്കപ്പെട്ടു. അവർ വന്ന് കിര്യത്യയാരീം നിവാസികളോട് യഹോവയുടെ പെട്ടകം എടുത്തുകൊണ്ട് പോകുവാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് അവർ പെട്ടകത്തെ എടുത്ത് കുന്നിന്മേൽ അബീനദാബിന്റെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ സൂക്ഷിച്ചു. അതവിടെ ഏറിയ കാലം, അതായത് 20 വർഷത്തോളം ഇരുന്നു. ശമൂവേലിന്റെ 1-ാമത്തെ പുസ്തകം 6-ാം അധ്യായം 19 മുതൽ 7-ാം അധ്യായത്തിന് 2 വരെയുള്ള വാക്യങ്ങൾ പെട്ടകത്തിന്റെ ചരിത്രമാണ്.
പെട്ടകം യാത്ര ചെയ്ത ചരിത്രം. 9, അനന്തരം ദാവീദ് ഇസ്രയേൽ ജനങ്ങളിൽ നിന്നുള്ള സകല വിരുദ്ധന്മാരുമായി ചോസന്മൻ 30,000 പേരെ കൂട്ടി ബാലയഹൂദയിൽ അബീനദാബിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുവാൻ യഹോവേ നിയമപ്രകാരം കൊണ്ടുവരായികയാൽ, അതായത് പെട്ടകം കൊണ്ടുവരുമ്പോൾ നിയമപ്രകാരം കൊണ്ടുവരായികയാൽ, പുറപ്പാട് പുസ്തകം 25:15, സംഖ്യാപുസ്തകം 4:1, 7:9 പെട്ടകം എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് എന്ന് വളരെ കർക്കശമായ നിയമം കൊടുത്തിരിക്കുന്നു. പുരോഹിതന്മാർ തോളിൽ വെച്ചാണ് കൊണ്ടുവരേണ്ടത്. എന്നാൽ ദാവീദിന്റെ കാലമായപ്പോൾ വിരുദ്ധന്മാരുടെ ആലോചന പ്രകാരം അവർ വണ്ടി ഉണ്ടാക്കി വണ്ടിയിൽ കൊണ്ടുവന്നു. അതുതന്നെയല്ലേ ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ നടക്കുന്നത്. യഹോവയെ വ്യവസ്ഥ പ്രകാരം ആരാധിക്കാതെ 2-3 പേർ യേശുവിൻ്റെ നാമത്തിൽ കൂടി വരാതെ കൺവെൻഷൻ്റെ നാമത്തിലും വ്യക്തിയെ കാണിച്ച് പ്രാസംഗികൻ്റെ നാമത്തിലും പ്രസിഡന്റിൻ്റെ ഉത്സാഹം കാണിക്കാനുമൊക്കെ നടത്തുന്ന കൺവെൻഷനുകളൊന്നും ദൈവത്തിൻ്റെ വിധിപ്രകാരമുള്ളതല്ലെന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഊസ ഛേദിക്കപ്പെട്ടു. അത് നിമിത്തം താൻ ഉണ്ടാക്കിയിരുന്ന കൂടാരത്തിലേക്ക് കൊണ്ടുവരാതെ ഗിത്യനായ ഒബേദെദോമിന്റെ വീട്ടിൽ 3 മാസം സൂക്ഷിച്ചു. ശമൂവേലിന്റെ 2-ാമത്തെ പുസ്തകം 6-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഒബേദെദോമിന്റെ വീട്ടിൽ 3 മാസം. 10, 3 മാസങ്ങൾക്ക് ശേഷം ദാവീദ് പെട്ടകത്തെ എടുത്ത് അതിനുവേണ്ടി ഉണ്ടാക്കിയ കൂടാരത്തിൽ സൂക്ഷിച്ചു. 20 വർഷം സൂക്ഷിക്കപ്പെട്ട അബീനാബാബിന്റെ വീട്ടിൽ പെട്ടകം വെച്ചുവെങ്കിലും ഒരനുഗ്രഹം ഉണ്ടായില്ല. എന്നാൽ 3 മാസം മാത്രം സൂക്ഷിക്കപ്പെട്ട ഒബേദെദോമിന്റെ വീട്ടിൽ ദൈവം അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ച്. കാലപ്പഴക്കമനുസരിച്ച് ഇത്ര വർഷമായിട്ട് ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങളുടേത് ഇത്ര വർഷമായ പഴക്കമുള്ള സഭയാണെന്ന് അഹങ്കരിച്ചു പറയേണ്ട. ദൈവാനുഗ്രഹം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? പെറ്റുപെരുകിയ കൺവേർഷൻ അല്ലാതെ പുതിയതായി ജീവിതത്തിൽ നിന്ന് ആരെങ്കിലും ദൈവസഭയിൽ വരാറുണ്ടോ? ദൈവസഭയിൽ പുതിയതായി ന്യൂ കൺവേർഷൻ ജാതീയ മതങ്ങളിൽ നിന്ന് ദൈവസഭയിലേക്ക് വരുന്നില്ല എങ്കിൽ അത് ഇപ്പോഴും അബീനാദാബിന്റെ വീട്ടിലിരിക്കുന്നുവെന്ന് ചിന്തിച്ചുകൊണ്ടാൽ മതി. എന്നാൽ കാലങ്ങളൊന്നും നോക്കണ്ട. പുതിയതായി ആരംഭിച്ചതാണെങ്കിലും പുതിയതായി തുടങ്ങിയതാണെങ്കിലും ചില കുടുംബങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പെട്ടകം ഇപ്പോൾ ഓബേദെദോമിന്റെ വീട്ടിലാണ്. അപ്പോൾ ഇതിനകത്ത് അസൂയ തോന്നിയ ദാവീദ് 3 മാസങ്ങൾക്ക് ശേഷം പെട്ടകത്തെ എടുത്ത് അതിനുവേണ്ടി ഉണ്ടാക്കിയ കൂടാരത്തിൽ സൂക്ഷിച്ചു. ശമൂവേലിന്റെ 2-ാമത്തെ പുസ്തകം 6-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. 11, പെട്ടകത്തിന്റെ ചരിത്രമാണ് നാം പഠിക്കുന്നത്. ദാവീദ് തന്റെ മകനായ ശലോമോനെ രാജാവാക്കിയ ശേഷം അവനോട് കൽപ്പിച്ച കൽപ്പന ഇപ്രകാരമാണ്: മകനെ, കൽപ്പന പ്രകാരം ദൈവത്തിന്റെ പെട്ടകത്തോട് നീ ഇടപെടണം. ദിനവൃത്താന്തം 1-ാം പുസ്തകം 22-ാം അധ്യായം 19-ാമത്തെ വാക്യം. യഹോവയുടെ ആലയം പണിയുകയും പെട്ടകം അതിൽ വയ്ക്കുകയും വേണമെന്ന് പറഞ്ഞതനുസരിച്ച് ദിനവൃത്താന്തം 2-ാം പുസ്തകം 6:1 മുതൽ 11 വരെ ശലോമോൻ ആ പെട്ടകം പണിത്, ആലയം പണിത് പെട്ടകം അവിടെ കൊണ്ടുവച്ചു. ഇതേ ആലയത്തിനുള്ളിൽ യഹോവയുടെ കൂടാരത്തിലുണ്ടായിരുന്ന എല്ലാ ഉപകരണങ്ങളും ശലോമോൻ നിക്ഷേപിച്ചു. ദിനവൃത്താന്തം 2-ാം പുസ്തകം 5-ാം അധ്യായം 2, 7, 10. എന്നാൽ ആലയത്തിൽ വയ്ക്കപ്പെട്ട പെട്ടകത്തിന്റെ ഉള്ളിൽ അതിനുള്ളിൽ ആരംഭത്തിൽ വയ്ക്കപ്പെട്ടിരുന്ന 3 വിശിഷ്ട വസ്തുക്കളിൽ 1 മന്ന ഇട്ട് വെച്ച പൊൻപാത്രം, 2 നിയമത്തിന്റെ കൽപ്പലകകൾ എന്നിവ മാത്രമല്ലാതെ മന്ന ഇട്ട് വെച്ച പൊൻപാത്രം, അഹ്റോന്റെ തളിർത്ത വടിയും അതിലില്ലായിരുന്നു. ഒരിക്കൽ കൂടെ പറയാം, ഈ പെട്ടകത്തിന്റെ ഉള്ളിൽ കൽപ്പലകയല്ലാതെ 3 പ്രധാന വസ്തുക്കളിൽ 2 എണ്ണം, അതായത് മന്നയിട്ട് വെച്ച പൊൻപാത്രവും അഹരോന്റെ തളിർത്ത വടിയും ഇല്ലായിരുന്നു. ഇന്നത്തെ പെട്ടകത്തിന്റെ ഉള്ളിലും ഇതുപോലെ തന്നെയാണ്. പലതും ഉണ്ട്, എന്നാൽ പലതുമില്ല. 3-ൽ 1 ഉണ്ട്, 3-ൽ 2 ഇല്ല. നിങ്ങളുടെ പെട്ടകം എങ്ങനെയിരിക്കുന്നു? നിങ്ങളുടെ ഹൃദയം എങ്ങനെയിരിക്കുന്നു? നിങ്ങളുടെ സഭ എങ്ങനെയിരിക്കുന്നു? ഒരു പുനർവിചിന്തനം ചെയ്യുക. ദൈവമേ, നന്ദിയോടുകൂടെ സ്തോത്രം. വ്യവസ്ഥ പ്രകാരം ദൈവത്തെ ആരാധിപ്പാനും ശുശ്രൂഷിപ്പാനും അടിയങ്ങൾക്ക് കൃപ തരും. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ.